നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ സൗദി സ്വദേശികളായ ദമ്പതികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. മക്ക സ്വദേശികളായ ദൈഫല്ല ബിൻ ഇബ്രാഹിം അൽ ഷംറാനി, ഭാര്യ സാറ ബിൻ ദൽമക് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഷംറാനി എന്നിവരുടെ വധശിക്ഷയാണ് ഞായറാഴ്ച നടപ്പാക്കിയത്. അന്വേഷണത്തിൽ ഇവർ മകളെ തടവിലാക്കി ശ്വാസം മുട്ടിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയെന്നും തെളിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ വധശിക്ഷ വിധിച്ചത്. വിമാന ടിക്കറ്റ് നിരക്കിൽ വമ്പൻ ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഓഫർ. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്ക് ഇളവുകൾ ബാധകമാണ്. ആഭ്യന്തര യാത്രകൾക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ 1279 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ടിക്കറ്റ് നിരക്കുകൾ 4279 രൂപ മുതലും തുടങ്ങുന്നു. UAE സ്ഥലങ്ങളിലേക്കും ഓഫർ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ഓഫർ ലഭ്യമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആവർത്തിച്ച് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. വ്യക്തിഗത വിവരങ്ങൾ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റൊരാളുമായി പങ്കുവെക്കരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ എളുപ്പമാക്കുമെന്ന് തിരിച്ചറിയണമെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മിപ്പിച്ചു. ബാങ്കിംഗ്, വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയവ വിദഗ്ധമായി ചോർത്തിയെടുക്കുകയാണ് തട്ടിപ്പുകാരുടെ രീതി. ദോഹയിൽ കണ്ടുകെട്ടിയ ആഡംബര വാഹനങ്ങൾക്കായുള്ള ലേലം സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും പബ്ലിക് പ്രോസിക്യൂഷനും ചേർന്ന് ഓഗസ്റ്റ് 13 ബുധനാഴ്ച നടത്തും. മെഴ്സിഡസ് GT53, BMW X5, നിസാൻ പെട്രോൾ തുടങ്ങി 13 ആഡംബര കാറുകളാണ് ലേലത്തിലുള്ളത്. ലേലം കൗൺസിലിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ കോഡ് മസാദത്ത് ആപ്പിലൂടെ വൈകിട്ട് 4 മണി മുതൽ 7 വരെ നടത്തും. പോലീസ്, സൈന്യം, നാഷണൽ ഗാർഡ്, ഫയർ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വ്യാജ സൈനിക റാങ്കുകളും ബാഡ്ജുകളും വിറ്റ കേസിൽ സിറിയൻ പൗരനെ കുവൈറ്റ് സുരക്ഷാ അധികൃതർ അറസ്റ്റ് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി വീട്ടമ്മ ഉറക്കത്തിൽ സൗദിയിൽ മരിച്ചു. മുംബൈ സാന്താക്രൂസ് ഈസ്റ്റ് വഗോല ആരാം ഹൗസിംഗ് സൊസൈറ്റിയിൽ താമസിച്ചിരുന്ന മലയാളിയായ രൂപലക്ഷ്മി സുരേന്ദ്രകുമാറാണ് മരിച്ചത്. ദമാമിലെ വസതിയിൽ തലേന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന വീട്ടമ്മ രാവിലെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൗദിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനായ ഭർത്താവ് മുംബൈ മലയാളി സുരേന്ദ്രകുമാർ നായരും മക്കളും അടങ്ങുന്ന കുടുംബത്തിനൊപ്പം ദമാമിൽ 7 വർഷമായി കഴിയുകയായിരുന്നു. കുവൈത്തിലെ റാഖയിൽ കത്തികാട്ടി വഴിയാത്രക്കാരെ ആക്രമിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ച കുവൈത്തി പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ സാധാരണക്കാരെയും സ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ഇയാളെ പിന്തിരിപ്പിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആകാശത്തേക്ക് വെടിയുതിർത്തെങ്കിലും ഇയാൾ കീഴടങ്ങാനും തയ്യാറായിരുന്നില്ല. ദാഹിഡ ഗവർണറേറ്റിൽ കനത്ത മഴയ്ക്കിടെ അശ്രദ്ധമായി വാഹനമോടിക്കുകയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തി അപകടമുണ്ടാക്കുകയും ചെയ്തയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇതേ തുടർന്ന് വിളക്ക് കല്ലിടിച്ച് വാഹനം മറിയുകയുമായിരുന്നു. എറണാകുളം സ്വദേശി ബഹ്റൈനിൽ മരിച്ചു. അങ്കമാലി കറുകുറ്റി സ്വദേശി സാജോ ജോസാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. വെള്ളിയാഴ്ച ഉച്ചവിശ്രമത്തിന് റൂമിലെത്തിയ ജോസിനെ വൈകിട്ടും കാണാതായതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തുകയായിരുന്നു. അബോധാവസ്ഥയിൽ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ബഹ്റൈനിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുകയായിരുന്നു. UAE ചൂട് കൂടുന്നതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നതായിട്ടാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ആദ്യമായാണ് കഴിഞ്ഞ ദിവസം റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ താപനില ഉയരാനും താഴാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.